അപ്പൊ നമ്മൾ ഈ ഡോക്ടർമാർ വന്നപ്പോ എന്താ അവസ്ഥ? ഡോക്ടർമാർ വന്നപ്പോഴത്തേക്കും കുറെ എണ്ണം ചത്തു. അപ്പോഴത്തേക്കും ജീവനുള്ള എല്ലാത്തിനും അവർ പെട്ടെന്ന് മരുന്ന് ഇഞ്ചക്ഷൻ എല്ലാം എടുക്കാൻ തുടങ്ങി. അപ്പൊ അതുകൊണ്ട് നമ്മൾ എല്ലാവരും കൂടെ കൂടിയതുകൊണ്ട് 9 എണ്ണത്തിന് നമ്മൾ രക്ഷിച്ചു. എത്ര എണ്ണം ചത്തു? അതില് മൊത്തം 13 എണ്ണം ചത്തു. അപ്പൊ അതിൽ എത്ര പശുക്കളുണ്ടായിരുന്നു? മൊത്തം 8 പശുക്കളുണ്ടായിരുന്നു. അതിൽ 7 എണ്ണം പോയി. അപ്പൊ നമ്മുടെ കർഷകരായ പ്രേക്ഷകർ മുഴുവൻ അന്ന് നൊമ്പരപ്പെട്ടത് ഓർമ്മയുണ്ടാകും. നിങ്ങളെ അത് ആ സംഭവം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കാൻ വേണ്ടി നമ്മൾ അതിന്റെ ആ ദൃശ്യം ഇപ്പോൾ ഒന്ന് കാണിച്ചു തരാം. പ്ലീസ് പ്ലേ. അപ്പോൾ 24-ലെ റിപ്പോർട്ടേഴ്സ് അവിടെ വന്നിരുന്നു. അപ്പോൾ അവരെടുത്ത ദൃശ്യങ്ങളാണ്, അവരുടെ ക്യാമറമാൻ്റെ ദൃശ്യങ്ങളാണ് താങ്കൾ ഇപ്പോൾ കണ്ടത്. അപ്പോൾ ജയറാമൊക്കെ വന്നിരുന്നു അല്ലേ? എനിക്കറിയാം നിങ്ങൾ ഓരോ പശുവിനും പേരിട്ടിരുന്നു, അതോ എല്ലാ കന്നുകാലിക്കും പേരിട്ടിട്ടുണ്ടോ? മാത്യു ആണ് പേരിട്ടിരുന്നത്. മാത്യു പേരെന്ന് പറഞ്ഞാൽ സിനിമാടന്മാരുടെ പേരായിരുന്നോ? അല്ല, സാധാരണ പേര്. എന്തൊക്കെയായിരുന്നു പേര്? അത് ഞങ്ങക്ക് 8 മാസം മുന്നേ ഒരു ഇരട്ടക്കിടാക്കളൊക്കെ ഉണ്ടായിരുന്നു. അവർക്ക് മിന്നു പൊന്നു. മിന്നു പൊന്നു ട്വിൻസ് ആണ് അവര് അല്ലേ? അത് മിന്നു പൊന്നു. പിന്നെ ഒരു മൂരിക്കിട അതിന്റെ ഒപ്പം ഒരു കുഞ്ഞു മൂരി ഉണ്ടായിരുന്നു, അതിനെ കണ്ണാപ്പിന്ന് ഇട്ടു. കണ്ണാപ്പി. ഇപ്പൊ ദൃശ്യങ്ങളിൽ കണ്ട ഒരു ചുമന്ന ഒരു മൂരിയില്ലേ? ചുമന്ന മൂരി. അത് വർക്കി. വർക്കി. എന്റെ പേര് വല്ലതും ഉണ്ടായിരുന്നോ? ഇല്ല. ഒരെണ്ണം ഇട്ടൂടായിരുന്നു. എനിക്ക് സന്തോഷമുള്ള ഒരു കാര്യമായിരുന്നു. ഓക്കെ, വേറെ ഏത് പേരാ ഇട്ടത്? പിന്നെ അവന്റെ തൊട്ട് താഴത്തുള്ള മൂരിക്ക് തൊമ്മൻ ഇട്ടു. പിന്നെ അതിന്റെ താഴെ ഔസേബ്, പിന്നെ അവറാൻ. പിന്നെ അവറാനും ഉണ്ടായിരുന്നു. അത് നന്നായി. പിന്നെ എല്ലാ ഈ പേരൊക്കെ ഇട്ട് കഴിയുമ്പോഴേ ഈ 23 എണ്ണം ഉണ്ടായിരുന്നല്ലോ തൊഴുത്തില്. ഈ 23 എണ്ണത്തിന് ഈ പേര് വിളിക്കാതെ തന്നെ ഇതാണ് അവറാൻ, ഇതാണ് വർക്കി എന്ന് മനസ്സിലാവുമായിരുന്നു. മനസ്സിലാവുമായിരുന്നു. ആർക്ക്? മാത്യുവിന് മനസ്സിലാവും. ജോർജിനോ? എല്ലാവർക്കും മനസ്സിലാവും. അല്ല, വീട്ടിലുള്ള എല്ലാവർക്കും മനസ്സിലാവും. അല്ല, പേര് വിളിച്ചാൽ മനസ്സിലാവുമായിരുന്നു? അവർക്ക് അങ്ങനെ മനസ്സിലാവില്ല. പിന്നെ മനസ്സിലാവുന്ന ഒരുത്തിയാണ് മറിയാമ്മന്ന് പറയും. മറിയാമ്മന്ന് വിളിച്ചാൽ മറിയാമ്മ തല വിളിക്കുവോ? അങ്ങനെ നോക്കി ഇങ്ങനെ ഇരുന്നിട്ട് ചിലപ്പോ ഒന്ന് കാറും. അതാണോ? ഓക്കെ ഓക്കെ, ആള് വിടുക്കനാ. അപ്പൊ ഈ യഥാർത്ഥത്തിൽ ഈ നമ്മുടെ സ്വന്തം വീട്ടിൽ ജനിച്ച ആൾക്കാരെ പോലെ തന്നെയായിരുന്നു നിങ്ങൾ ഈ വർക്കിയും അവറാനെയും മിന്നുവിനെയും പൊന്നുവിനെയും ഒക്കെ ഡീൽ ചെയ്യുന്നല്ലേ? തീർച്ചയായും. അച്ഛൻ 3 കൊല്ലം കൊണ്ട് മുമ്പ് മരിച്ചു പോയി. അപ്പച്ചൻ എങ്ങനെ മരിച്ചത്? അപ്പച്ചൻ സ്ട്രോക്ക് ആയിരുന്നു. ബെന്നി അപ്പച്ചൻ സ്ട്രോക്ക് വന്നു. ക്ഷീരകർഷകനായിരുന്നു. പശുക്കളുണ്ടായിരുന്നു, റബ്ബറും വെട്ടുന്നുണ്ടായിരുന്നു, പിന്നെ തേനീച്ച കൃഷി ഉണ്ടായിരുന്നു, പിന്നെ കപ്പ കൃഷി ഉണ്ടായിരുന്നു, വാഴക്കൃഷി ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. നിങ്ങൾ 3 മക്കള്, 3 മക്കളും കൃഷിയിലും പശു കറവയിലും ഒക്കെ താല്പര്യമുള്ളവരാ. ഈ കറവയൊക്കെ അറിയാമോ? കറവയൊക്കെ അറിയായിരുന്നു. ഞാൻ ഉണ്ടായപ്പോ എനിക്ക് വെയിറ്റ് കുറവായിരുന്നു, 1.5 കിലോ ആയിരുന്നു ഉണ്ടായിരുന്നുള്ളൂ. അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് അമ്മ എന്നെ അധികം പണിയിലൊന്നും കൂട്ടില്ലായിരുന്നു. ഞാൻ ട്വിൻസ് ആയിരുന്നു. അയാൾ ഉണ്ടായപ്പോ തന്നെ മരിച്ചുപോയി. ഒരു പെണ്ണായിരുന്നു, പേര് മറിയം എന്ന് ഇട്ടെ. അപ്പൊ അവൾ ഉണ്ടായപ്പോ തന്നെ ഓക്സിജൻ കിട്ടാതെ അവള് മരിച്ചു. നമ്മൾ ഈ മരണ ദിവസത്തിലേക്ക് വരിക. അന്നിപ്പം ഡോക്ടേഴ്സ് വന്നിട്ട് കുറച്ചെണ്ണത്തിനെ രക്ഷപ്പെടുത്തി അല്ലേ? 13 കന്നുകാലികൾ, 7 പശുക്കൾ ഉൾപ്പെടെ 13 കന്നുകാലികളും മരിച്ചു, ചത്തു അല്ലേ? അപ്പോ ആളുകളൊക്കെ ഭയങ്കര ജനക്കൂട്ടമായിരുന്നല്ലോ. മന്ത്രി അവിടെ എത്തിയല്ലേ? മന്ത്രി ജയ ചിഞ്ചുറാണി. അന്ന് തന്നെ അനിയനെ വിളിച്ചായിരുന്നു ആശുപത്രിയിലേക്ക്. അവർ ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിരുന്നു, അനിയനും അമ്മയും. അപ്പൊ അനിയന് പെട്ടെന്ന് ഇതായപ്പോ തന്നെ അമ്മ പെട്ടെന്ന് ബോധം പോയില്ല. പുള്ളി പെട്ടെന്ന് ഇങ്ങനെ കൈ ഇച്ചിരി ദേഷ്യമായിരുന്നു. പുള്ളിക്ക് ഭയങ്കര കരച്ചിലായിരുന്നു. കൈയൊക്കെ ഇങ്ങനെ ചുരുണ്ടുകൂടി ഇങ്ങനെ ഇരിക്കുവായിരുന്നു. അപ്പൊ തന്നെ അവിടെ ഉള്ളവരെല്ലാവരും പറഞ്ഞു ആശുപത്രിയിലേക്ക് പെട്ടെന്ന് മാറ്റിക്കോളാൻ പറഞ്ഞു. ഇനി കന്നാലി നീ കാണിക്കണില്ലെന്ന് പറഞ്ഞു, മരിക്കുന്ന ഒന്നും. അപ്പൊ തന്നെ അവൻ ആശുപത്രിയിലേക്ക് ഉണ്ടായി. അത് കണ്ടപ്പോ തന്നെ അമ്മയ്ക്ക് പെട്ടെന്ന് ഷോക്കായി. അപ്പൊ അമ്മ പെട്ടെന്ന് ഹോസ്പിറ്റലായോ? അമ്മ പെട്ടെന്ന് കരയാൻ തുടങ്ങി. ഇപ്പം ഒന്നാതെ പിന്നെ പശുവിന്റെ ഈ ചാവുന്നതെല്ലാം കണ്ടു അമ്മ പെട്ടെന്ന് ഷോക്കായിരുന്നു. പിന്നെ അനിയനും കൂടെ എന്നാ പറ്റിയെന്ന് അമ്മ ഇങ്ങനെ പേടിച്ച് ഇങ്ങനെ ഇരിക്കുവായിരുന്നു കരഞ്ഞുകൊണ്ട്. അപ്പൊ തന്നെ അവിടെ ഉള്ളവരെല്ലാവരും പറഞ്ഞു അമ്മേനെ ആശുപത്രിയിലേക്ക് മാറ്റിക്കോളാൻ പറഞ്ഞു. കൂടെ അനീത്തിനെയും കൊണ്ടുപോയി. അനീത്തിക്ക് കുഴപ്പമില്ലായിരുന്നു, അമ്മയ്ക്ക് കൂട്ടിന് കൊണ്ടുപോയായിരുന്നു. അപ്പൊ ആ വീട്ടില് ജോർജ് മാത്രം ആയില്ലേ? തനിച്ചായി. പിന്നെ മറ്റു നാട്ടുകാർ മാത്രമേ ഉള്ളൂ അല്ലേ? പിന്നെ ബന്ധുക്കളും ഉണ്ടായിരുന്നു. ബന്ധുക്കളും ഉണ്ട്. അപ്പൊ എന്നെ അവിടെ ഇരുത്തി എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ അവിടെ ഉള്ളവർക്ക് എന്തെങ്കിലും ആവശ്യം വന്നാല് ആരെങ്കിലും വേണ്ടേ? അപ്പൊ അതുകൊണ്ട് ഞാനായിരുന്നു നിന്നത്. അപ്പൊ പിറ്റേ ദിവസം മറ്റേ പശുവിനെ പോസ്റ്റ്മോർട്ടം എല്ലാം ചെയ്യാൻ നേരത്തെ പശുവിനെ JCB തൂക്കിക്കൊണ്ട് പോകാൻ നേരത്തൊക്കെ എന്നെ മുറിക്കകത്തിട്ടേക്കുമായിരുന്നു. അത് വീടിന്റെ പുറകുവശത്തായിട്ട് ഒരു 2 കുഴി എടുത്ത് അതിനകത്തേക്ക് പശുവിനെ ഇറക്കി പിന്നെ അവിടെ വെച്ചാണ് പോസ്റ്റ്മോർട്ടം ചെയ്തത്.
JCB-യിൽ ഇതിന്റെ ഡെഡ് ബോഡി ശവശരീരമൊക്കെ എടുത്തുകൊണ്ട് പോകുന്നത്, മൃതദേഹമൊക്കെ കൊണ്ടുപോകുന്നത് കണ്ട ആളാണല്ലോ. പിന്നീട് എപ്പോഴെങ്കിലും അത് ഓർമ്മിക്കാറുണ്ടോ? 2-3 ദിവസത്തേക്ക് അതായിരുന്നു ഉറങ്ങുമ്പോൾ. പിന്നെ ഉറങ്ങാനൊന്നും പറ്റിയില്ല. സ്വപ്നം കാണുമോ? എപ്പോഴും അതിനെക്കുറിച്ചുള്ള ചിന്ത ഇതെല്ലാം ആയിരുന്നു. പശുവിനെ തൂക്കിയെടുക്കുന്നതും പശു തൊഴുത്തി കിടന്ന് പിടയ്ക്കുന്നത്, കൈയിട്ടടിക്കുന്നതും പിന്നെ എല്ലാം തൊഴുത്തിലേക്ക് വീഴുന്നതൊക്കെ ആയിരുന്നു എപ്പോഴും ഉറങ്ങിയാലും മനസ്സിൽ വന്നത്. ഇപ്പോഴാണെങ്കിലും ആ തൊഴുത്തിക്കൂടെ എല്ലാം പോകുമ്പം കന്നാലി ഫുൾ സൈലന്റ്. എന്നാലും പഴയ കന്നാലിയുടെ ഓർമ്മ എപ്പോൾ തൊഴുത്തിലേക്ക് നോക്കിയാലും ആ കുഴിച്ചിട്ടെടുത്ത് നോക്കിയാലും കന്നാലി ഓർമ്മ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ജോർജ് ആ ഇടയ്ക്കൊന്നും ആഹാരമൊന്നും കഴിക്കില്ലായിരുന്നു, പട്ടിണിയായിരുന്നു എന്നൊക്കെ TV ചാനലൊക്കെ പറയുന്നുണ്ടായിരുന്നു. അന്ന് 2-3 ദിവസത്തേക്ക് അങ്ങനെ നന്നായിട്ട് ആഹാരമൊന്നും കഴിച്ചില്ലായിരുന്നു. കട്ടൻ ചായയിലായിരുന്നു പിടിച്ചിരുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകര്, നിങ്ങൾക്കിത് കേൾക്കുമ്പോൾ ഇതൊരു ചിലപ്പോൾ ഒരു സ്റ്റോറി പോലെ, ഒരു കഥ പോലെയൊക്കെ ആയിരിക്കും തോന്നുക. പക്ഷേ ഇതിൽ പൊള്ളുന്ന അനുഭവമാണ് ഒരു കുട്ടി കർഷകന്റെ. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ പശുക്കളെയൊക്കെ വളർത്തി പരിചയമുള്ളവർക്ക് ആ വേദന ശരിക്കും മനസ്സിലാകും. എന്നാൽ ദൂരെ നിന്ന് പശുക്കളെ കാണുകയും മിൽമ പാല് വാങ്ങിച്ചു കുടിക്കുകയും ചെയ്യുന്ന ആൾക്കാർക്ക് ചിലപ്പം പെട്ടെന്ന് ഇത് പിടികിട്ടത്തില്ല. ഇത്രയും വേദന ഉണ്ടാക്കുന്ന കാര്യമാണ്. നമ്മുടെ വീട്ടിലെ ഒരാൾ അകാലത്തിൽ മരിച്ചു പോകുന്ന അതേ അവസ്ഥ തന്നെയാണ് ഈ നമുക്ക് ഇഷ്ടപ്പെട്ട പശു ചത്തൊടുങ്ങുമ്പോഴും, അല്ലേ? നമ്മൾ അത്രയും നന്നായിട്ട് സ്നേഹിച്ച കന്നാലികളായതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് പോകുമ്പോൾ നമുക്ക് എന്തോ നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഒരംഗം പോയ പോലെ ഒരു ഫീലാണ് നമുക്ക് ഉണ്ടാവുന്നത്. എന്തായാലും മന്ത്രി ചിഞ്ചുറാണി ഇടപെട്ടു, പ്രൈവറ്റ് സെക്രട്ടറി ഇടപെട്ടു, അല്ലെ, ഡോക്ടേഴ്സ് വന്നു, അല്ലെ, ഇടുക്കിയിലെ മൃഗസംരക്ഷണ വകുപ്പൊക്കെ കാര്യമായിട്ട് ഇതിൽ ഇടപെട്ടു. അതുകൊണ്ട് കുറച്ച് പേരുടെ ജീവൻ, കുറച്ച് മൃഗങ്ങളുടെ ജീവൻ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു, അല്ലെ? അത്രയും ആശ്വാസം. പിന്നെ എങ്ങനെയാ പിന്നെ പശുക്കളെയൊക്കെ വാങ്ങിച്ചോ? എങ്ങനെയാ? നമ്മൾ മേടിക്കാൻ തീരുമാനമില്ല. അപ്പൊ ആൾക്കാരെല്ലാവരും കൊണ്ടേ തരുന്നുണ്ട്. നമ്മൾ അതിനെ മേടിച്ച് നല്ല രീതിയിൽ നോക്കാനാണ് പ്ലാൻ. 7 പശുക്കൾ ഉൾപ്പെടെ 13 കന്നുകാലികളെയല്ലേ നമുക്ക് നഷ്ടമായത്. അതിനെല്ലാം കൂടെ എത്ര വില വരും? അതിന്റെ വില നമുക്ക് കൂട്ടാൻ പറ്റത്തില്ല. കാര്യം താങ്കൾ അതിനോട് കാണിച്ചിട്ടുള്ള സ്നേഹവും നമ്മുടെ മാത്യുവിന്റെ സ്നേഹവും ഒക്കെ വെച്ചിട്ട് നമ്മൾ കണക്കൂട്ടുമ്പോൾ നമുക്ക് ഒരു മൂല്യമൊന്നും അതിന് കൽപ്പിക്കാൻ പറ്റില്ല. കാര്യം അതിനപ്പുറമുള്ള സ്നേഹത്തിന്റെ മൂല്യമല്ലേ അതിനുള്ളത്. തീർച്ചയായും. എന്നാലും അതിന്റെ വില നമ്മുടെ കറൻസി അടിസ്ഥാനത്തിൽ പറയുമ്പോൾ ഏകദേശം 8 ലക്ഷം രൂപ. 8 ലക്ഷം രൂപ വരും. അപ്പൊ ഇവിടെ മത്സരിച്ച 1 കോടിയാ. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, മത്സരം തുടങ്ങിയാലോ? തീർച്ചയായും. ഈ 8 ലക്ഷമൊക്കെ ഒരു പ്രശ്നമല്ല. നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിഞ്ഞാൽ 1 കോടി രൂപ. ഇത് ഫ്ലവേഴ്സ് 1 കോടിയാണ്. ഇന്നിപ്പോൾ നമുക്ക് 2 രീതിയിൽ മത്സരമുണ്ട്. പ്രേക്ഷകരൊക്കെ ചിലപ്പോൾ മറന്നുപോയിട്ടുണ്ടാകും ഇതിൻ്റെ നിയമാവലിയൊക്കെ. ഞാൻ ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. 2 രീതിയിൽ മത്സരിക്കാം, ശ്രദ്ധിച്ചോണേ. അതായത് 10 ചോദ്യങ്ങൾ ഡയറക്റ്റായിട്ട് 1 കോടിയിലേക്ക് മത്സരിക്കാം. അതിൻ്റെ കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഒരു പിടിവള്ളിയും കാണത്തില്ല, ഹെൽപ്പ് ലൈനൊന്നും കാണത്തില്ല, ഒരു സപ്പോർട്ടും കാണത്തില്ല. നേരിട്ട് 10 ചോദ്യം 10 ലക്ഷം രൂപ വെച്ച് 10 ചോദ്യത്തിന് മറുപടി പറഞ്ഞാൽ 1 കോടി രൂപ പോക്കറ്റിൽ. അതേസമയം ഏതെങ്കിലും ചോദ്യത്തിൻ്റെ ഉത്തരം തെറ്റിപ്പോയാൽ അപ്പോൾ ഈ മത്സരത്തിന് ഔട്ടാവും, 1 പൈസയും ബാക്കി കാണത്തില്ല. പിന്മാറിയാൽ പക്ഷേ ആദ്യം കിട്ടിയ 10 ലക്ഷത്തിൻ്റെ പകുതി 50%, 5 ലക്ഷം രൂപ കൈ കിട്ടും. എന്നാലും നമുക്ക് കുറച്ച് പശുക്കളെ വാങ്ങിക്കാൻ പറ്റും. വേറെ രീതിയിൽ മത്സരിക്കാം. 20 ചോദ്യങ്ങൾ വഴി നമുക്ക് 1 കോടിയിലെത്താം. അതായത് ഘട്ടം ഘട്ടമായിട്ട്. അതിന് 6 ലെവലുണ്ട്. 6ാമത്തെ ലെവലിലെ മത്സരം നടക്കുന്നത് 1 കോടിയുടെ മുകളിൽ നടക്കുന്ന മത്സരത്തിലൂടെ 1 കോടി രൂപ കിട്ടും. ഇതൊന്നും കിട്ടി കൺഫ്യൂസ് ആക്കണ്ട. ഇപ്പോൾ ഒറ്റ കാര്യം മനസ്സിൽ ഓർമ്മിക്കുക. ഒന്നുകിൽ 1 കോടിയിലേക്ക് പ്രത്യക്ഷമായി ഡയറക്റ്റായിട്ട് മത്സരിക്കാം, അതല്ലെങ്കിൽ നമുക്ക് 20 ചോദ്യങ്ങളിലൂടെ 1 കോടിയിലേക്ക് മത്സരിക്കാം. 20 ചോദ്യം വഴി ഘട്ടം ഘട്ടമായിട്ട് പോയാൽ. ഓക്കെ, 20 ചോദ്യങ്ങളായ പിന്നെ ഒരു ഗുണമുണ്ട്. അതായത് കുട്ടേട്ടന്റെ പിടിവള്ളി, ഇത് കുട്ടേട്ടനെ പരിചയപ്പെട്ടല്ലോ. അപ്പൊ കുട്ടേട്ടന്റെ 2 പിടിവള്ളി 2 തവണ സപ്പോർട്ട് ചെയ്യും. 2 പിടിവള്ളി. കുട്ടേട്ടാ ഒന്ന് ഊർജ്ജത്തോടെ നിന്നോളൂ. തീർച്ചയായും. ഓക്കെ, കണ്ടിട്ട് എങ്ങനെയുണ്ട്? നമ്മുടെ ജ്യോത്സ്യ പ്രവചനം അനുസരിച്ച് ജോർജ് രക്ഷപ്പെടുവോ? ജോർജ് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ രക്ഷപ്പെടാൻ എല്ലാ സാധ്യതയും കുട്ടേട്ടൻ മനസ്സിലാക്കുന്നു.